നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മമതാ ബാനർജിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രംഗത്തെത്തി. ടിഎംസിയുടെ ഒരു കാലത്തെ മുദ്രാവാക്യമായിരുന്ന മാതാ മതി മനുഷ്, അതായത് മദർ ലാൻഡ് ആൻഡ് പീപ്പിൾ, ഇപ്പോൾ മുല്ലാക്ക മദ്രാസ മാഫിയ ആയി മാറിയെന്ന് അദ്ദേഹം പരിഹസിച്ചു. നോർത്ത് 24 പർനാഗസിൽ നടന്ന റാലിയിലാണ് മമതാ സർക്കാരിന്റെ രൂക്ഷ ന്യൂനപക്ഷ പ്രീണനം അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഇമാമുകാർക്ക് ഓണറേറിയം കൊടുക്കുന്ന ബംഗാൾ സർക്കാർ ക്ഷേത്രങ്ങളിലെ പുരോഹിതന്മാർക്ക് നയാ പൈസ പോലും നൽകാൻ തയ്യാറല്ല. മുഹറം ഘോഷയാത്രയ്ക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു നൽകിയപ്പോൾ ദുർഗാപൂജ തടയാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും ഷാ പറഞ്ഞു. നുഴഞ്ഞുകയറ്റക്കാരെ വോട്ട് ബാങ്കിൽ മാറ്റാനാണ് മമതയുടെ ശ്രമം. ഇതിനായാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെ പറ്റി തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനുള്ള ക്ഷണം മമത നിരസിച്ചത് ഇതേ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അഴിമതിയുടെ പാളയങ്ങളിലേക്ക് കൂപ്പുകുത്തിയ സംസ്ഥാനമായി ബംഗാൾ മാറിയെന്ന് പറഞ്ഞ അമിത്ഷാ അഴിമതിക്കെതിരെ വെറുതെ വിടില്ല എന്ന മുന്നറിയിപ്പും നൽകി. ചിട്ടി ഫണ്ട് അഴിമതി, അധ്യാപക നിയമന അഴിമതി, മുനിസിപ്പൽ നിയമന അഴിമതി, റേഷൻ അഴിമതി, കൽക്കരി കള്ളക്കടത്ത് എന്നിവയിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകളും ഉടൻ ജയിലിലാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം തൃണമൂൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ച് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് രംഗത്തെത്തി. മുഖ്യമന്ത്രി മമതാ ബാനർജി പശ്ചിമ ബംഗാളിനെ ഒരു ചെറിയ പാകിസ്ഥാനാക്കി മാറ്റാൻ ശ്രമിക്കുകയാണെന്നും ഗിരിരാജ് സിംഗ് തുറന്നടിച്ചു. പശ്ചിമ ബംഗാളിനെ ഇന്ത്യയിലുള്ള പാകിസ്ഥാനാക്കി മാറ്റാനാണ് മമത ശ്രമിക്കുന്നത്. എന്നാൽ ഇതിന് BJP സമ്മതിക്കില്ല എന്ന് മമതയ്ക്ക് നന്നായി അറിയാമെന്നും, ഞങ്ങളുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമം, ഏകീകൃത സിവിൽ കോഡും പശ്ചിമ ബംഗാളിൽ നടപ്പിലാക്കും. ഇതോടെ മമതയുടെ കിം ജോങ് പോലെയുള്ള ഏകാധിപത്യ ഭരണത്തിന് അവസാനമാകുമെന്നും ഗിരിരാജ് സിംഗ് പറഞ്ഞു. കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പിനെതിരെയും ഗിരിരാജ് സിംഗ് പ്രതികരിച്ചു. പിന്നോക്ക വിഭാഗങ്ങൾക്കൊപ്പമാണെന്ന് രാഹുൽ ലാലു യാദവ് പറയുമെങ്കിലും സത്യം അങ്ങനെയല്ല എന്നും അവർ ദരിദ്രരെന്ന് പറഞ്ഞ് വഞ്ചിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അനർഹരായവർക്ക് സംവരണം നൽകി വോട്ട് ബാങ്ക് സംരക്ഷിക്കുകയാണെന്ന് കോൺഗ്രസ് ലക്ഷ്യമിടുന്നതെന്നും ഗിരിരാജ് സിംഗ് തുറന്നടിച്ചു.